ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1872. ഇന്ന് ഫെബ്രുവരി മാസം 14 ഈ ആണ്ടിലെ 45-ാമത്തെ ദിവസത്തിലെത്തി. ലേവ്യ പുസ്തകം 10-ാം അധ്യായം ആരംഭിക്കുന്നത് ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടി, അല്ലെങ്കിൽ ഒരു കുറ്റാരോപണത്തോടുകൂടി. ദൈവത്തിന്റെ സന്നിധിയിൽ അവിശുദ്ധമായ അഗ്നി കൊണ്ട് ആരാധനയ്ക്കെത്തിയത്രേ. സത്യത്തില് ആരാധനയ്ക്ക് എന്തുകൊണ്ടാണ് എത്തേണ്ടതും എങ്ങനെയാണ് വരേണ്ടത്? ദൈവിക ആലോചന പ്രകാരമാണ് ആരാധന ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ആരാധകൻ അതിലേക്ക് എങ്ങനെ വരണം? എന്താണ് സമർപ്പിക്കപ്പെടേണ്ടത്? വ്യക്തമായ നിർദ്ദേശങ്ങളൊക്കെ വിശുദ്ധ വേദത്തിലുണ്ട് കേട്ടോ. ശുദ്ധിയുള്ള മനസ്സുമാണ് കൃപയുടെ പരികർമ്മം ചെയ്യുക മാത്രമാണ് ഓരോരുത്തരുടെയും ആരാധനയുടെ ലക്ഷ്യം. ഇതിൽ ശുദ്ധിയുള്ളൊരു മനസ്സുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ സ്വയം ചോദിക്കേണ്ടതാണ്. ഞാനും ഈ നല്ല പുലരിയിൽ ചോദിച്ചു പോവുകയാണ്. കയ്യില് പൂജാപാത്രങ്ങളും മനസ്സില് അശുദ്ധമായ അഗ്നി കൊണ്ടുമൊക്കെ ആരാധനയിലേക്ക് ആരൊക്കെയോ എത്തുകയാണ്. അഹ്റോന്യ പുത്രന്മാർ കൽപ്പനപ്രകാരം ശുദ്ധീകരണകാലം തികച്ചവരൊക്കെയാണ്. ഒരുക്കങ്ങൾ ഗംഭീരമാകുന്നു. പക്ഷേ അത് പുറമേയുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. മനസ്സിന്റെ ഉള്ളില് എന്തൊക്കെയാണുള്ളത്? ഒടുവില് വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ അറിഞ്ഞോ അറിയാതെയോ പതിവായി ചെയ്യുന്നൊരു കാര്യമാണ്. ആരാധനയ്ക്ക് ദേവാലയത്തിലേക്ക് ഓടിയെത്തും. ശരീരത്തെ എന്നിട്ട് ദേവാലയത്തില് പാർക്ക് ചെയ്യും. എന്നിട്ടോ മനസ്സ് വിവിധ ഇടങ്ങളിൽ ഊടാടി സഞ്ചരിക്കുവാനായിട്ട് നമ്മളിങ്ങനെ വിട്ടുകൊടുക്കും. ദുരന്തങ്ങളൊക്കെ വിലക്കി വാങ്ങുന്നൊരു പണിയാണ്, അല്ലേ? ആലോചിച്ച് നോക്കി. ആരാധനയില് ശരീരം കൊണ്ടെത്തിച്ചാൽ മാത്രം എന്തെങ്കിലും പുണ്യം ലഭിക്കും? പതിവായിട്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. ശരീരത്തെ ഹാജരാക്കിയിട്ട് മനസ്സുകൊണ്ട് നമ്മൾ മടങ്ങിപ്പോവുകയോ അകന്നു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊരു മിഥ്യാധാരണയാണ്. ശരീരം കൊണ്ടെത്തിച്ചാൽ പുണ്യം കിട്ടുമെന്ന്. മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരാധനയുടെ അനുഭവമോ അനുഭൂതിയോ ആർക്കും നുകരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിന്റെ നിക്ഷേപവും എന്ന് പറഞ്ഞ ക്രിസ്തുവചനവും നമുക്കൊന്ന് ഓർത്തെടുക്കാം. ആരാധനയില് ശരീരത്തെക്കാളും മനസ്സിന് കുറേയും കൂടി പ്രാധാന്യമുണ്ടെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുകയും പ്രാർത്ഥനയോടുകൂടി. ആമേൻ.